ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ടോപ്പിക്ക് ഈ കാണുന്ന ഫോട്ടോ എങ്ങനെയാണ് മൊബൈലിൽ എടുക്കാമെന്നാണ്. അപ്പോൾ ഫോട്ടോ എടുത്താൽ മാത്രം പോയാൽ കുറച്ച് എഡിറ്റിംഗ് ചെയ്യാനുണ്ട്. നമുക്ക് വീഡിയോ തുടങ്ങിയേക്കാം. ആദ്യം തന്നെ പറയാം, ഈ ഫോട്ടോ ഇച്ചിരി ഉടായ്പാണ്. നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത് ഒരു നല്ലൊരു LED ബൾബാണ്. അപ്പോൾ ഇത് യൂസ് ചെയ്യാം. അതിനുശേഷം ഞാനിപ്പോൾ എക്സ്പേർട്ട് മോഡാണ് യൂസ് ചെയ്യുന്നത് മൊബൈലിൻ്റെ. അതിനകത്ത് ISO ഏറ്റവും ലോവസ്റ്റ് സെറ്റ് ചെയ്യണം, കാരണം ഡാർക്ക് പിക്ചറാണ് വേണ്ടത്. പിന്നെ എക്സ്പോഷർ ടൈമും ഞാൻ ഏറ്റവും ലോവസ്റ്റ് ആണ് സെറ്റ് ചെയ്യുന്നത്, 1/8000 seconds ആണ്. എക്സ്പോഷർ വാല്യൂ അതുപോലെ തന്നെ. ഇത് കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാതുണ്ടോ, എപ്പം കൂടി വരുന്നത്. സോ ഡാർക്ക് പിക്ചറിന് വേണ്ടിയിട്ടാണ് ഇതെല്ലാം ലോവസ്റ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഈ ബൾബ് പിക്ചറിൽ കാണുന്ന പോലെ ഏകദേശം കയ്യിലെടുത്ത് ഇങ്ങനെ പിടിക്കുക. ഫോക്കസ് ചെയ്യുന്നു. എന്നിട്ട് ഷൂട്ട് ചെയ്യുക. ഓക്കെ, അതിനുശേഷം ആ പിക്ചർ എടുത്ത് നോക്കുക. അത് ഏകദേശം ഇങ്ങനെ ഉണ്ടാവും. ഇനിയാണ് എഡിറ്റ് ചെയ്യാൻ പോകുന്നത്. എഡിറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്നത് സ്നാപ്സീഡാണ്. സ്നാപ്സീഡിലേക്ക് ഈ പിക്ചർ ഷെയർ ചെയ്യുക. സ്നാപ്സീഡിൽ വന്നു കഴിഞ്ഞാൽ ടൂൾസിൽ ഡബിൾ എക്സ്പോഷർ എന്ന പേരുള്ള ഒരു ഫീച്ചറുണ്ട്. അതിൻ്റെ യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു പിക്ചറിനകത്ത് വേറൊരു പിക്ചർ കയറ്റി വെക്കാൻ സാധിക്കും. സോ ഞാൻ വേറൊരു പിക്ചർ അതിലേക്ക് ആഡ് ചെയ്യുകയാണ്. ഓൾറെഡി ഒരു മൂണിൻ്റെ പിക്ചർ ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ പിക്ചർ എടുത്തു, കറക്റ്റായിട്ട് ഈ ബൾബിൻ്റെ പൊസിഷനിൽ കൊണ്ടുപോയി വെച്ചു. ഓക്കെ, ഇനി ഇപ്പോൾ ഇത് ഓൾമോസ്റ്റ് കറക്റ്റാണ്. ദെൻ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻ്റ് ചെയ്യണമെങ്കിൽ ഈ ഡബിൾ എക്സ്പോഷർ തന്നെ കുറച്ച് അഡീഷണൽ ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ഡാർക്കും ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിങ്ങനെയാവും. ദെൻ അത് നമുക്ക് കുറച്ച് കൊണ്ടുവരുവാണെങ്കിൽ ആ പിക്ചർ ചേഞ്ചസ് വരുന്നതാണ്. സോ ഇത് ഞാനിപ്പോൾ എടുക്കാമെന്ന് വെച്ചു. ഓക്കെ അടിച്ചു. ഇനി നോക്കിക്കഴിഞ്ഞാൽ ആ പിക്ചർ ഏകദേശം ഇങ്ങനെ ഉണ്ടാവും. കണ്ടോ? സോ ഈ ടെക്ക് യൂസ് ചെയ്തിട്ടാണ് ഞാൻ ആ മൂൺ കയ്യിൽ പിടിച്ചേക്കുന്ന ഫോട്ടോ എടുത്തേക്കുന്നത്. സോ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വേണം. കമൻറ്റ് ബോക്സും ലൈക്ക് ബട്ടണും അതിനുവേണ്ടി യൂസ് ചെയ്യുക. സോ സീ യു ഇൻ ദി നെക്സ്റ്റ് വീഡിയോ. അണ്ടിൽ ദെൻ ബൈ.